ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ 5G വണ്ടി ജന സർവീസായിട്ടാണ് കയറ്റിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ നിന്ന് നമ്മളത് ചെക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ ഏകദേശം ആ ലൈനൊക്കെ മാഞ്ഞു തുടങ്ങി കേട്ടോ. ഈ സൈഡിൽ ഗ്രൂ നോക്കണ്ട, സെൻറ്ററിൽ പിടുത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ താമസമില്ലാണ്ട് അത് മാറ്റേണ്ടി വരും കേട്ടോ. അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ്ങിൽ നിൽക്കണേ, അതും ഈ ലൈനോട് ചേർന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റിയിടാം. ബെയറിങ് കാര്യങ്ങൾക്കൊന്നും വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് നല്ല ഫിൽറ്ററാണ് കിടക്കുന്നത്, കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണം കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, തുടച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ പറയത്തക്ക വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ഈ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അത്യാവശ്യം ആ ബെൽറ്റിൻ്റെയും ക്ലച്ച് ഷൂവിൻ്റെയൊക്കെ പൊടി വന്നിട്ട് അതിനകത്തുണ്ട്. അതൊക്കെ നേരടിച്ച് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. അതിനും നോർമൽ സാധാരണ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ. ക്ലച്ച് യൂണിറ്റ് CVT ക്ലച്ചിൻ്റെ മെയിൻ ക്ലച്ച് വെയിറ്റ് സെറ്റൊക്കെ വന്ന യൂണിറ്റാണ്. അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെയാണ്, നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ, വേറെ യാതൊരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് നേരിട്ട് പിടിക്കാതെ. ക്ലച്ച് ഔട്ടർ യൂണിറ്റിനും വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ചിനകത്ത് അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടാൽ മതി. കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം. പിന്നെ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഒക്കെ ഓക്കെയാണ്, ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ നമുക്ക് മാറ്റാനുള്ള സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഗട്ടറിൽ പോകുമ്പോൾ, അതായത് ഈ മെറ്റലൊക്കെ ഉള്ള വഴിക്കൊക്കെ പോകുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു അടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നോക്കുന്ന സമയത്ത് ഹാൻഡിലിൻ്റെ സെൻട്രൽ വന്നൊരു ബെയറിംഗ് ഉണ്ട്, കോൺസെപ്റ്റ് എന്ന് പറയും. അത് ചെറിയൊരു ലൂസ് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ കൊണ്ട് ഫ്രണ്ടിലത്തെ കുഷൻ അസംബ്ലി ഉണ്ടല്ലോ ഈ ഷോക്കിൻ്റെ, അതിൻ്റെ ബുഷിനും ചെറിയൊരു ഒരു പ്ലേ കാണുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റിയിടാം. കോൺസെപ്റ്റ് നമുക്ക് തൽക്കാലം ഒന്ന് ടൈറ്റ് ചെയ്തിടാം. കാരണം വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിംഗ് ആണ്. അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം. കൂടുതൽ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലെങ്ങനെ മാറ്റിയിടാം. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഈ അടിഭാഗത്തുനിന്ന് ചെറിയൊരു സൗണ്ട് ഉണ്ട്, അതായത് ആ തകിട് കിടന്നിങ്ങനെ കടകടാന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് കറക്റ്റ് ചെയ്തിടാം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുമ്പോൾ ലൈനറൊക്കെ നല്ല ലൈനറാണ്, ഫ്രഷാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലീനാക്കി റീസെറ്റ് ചെയ്തിട്ടാൽ മതി. ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ട്. ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12.83 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് അതിൻ്റെ വാല്യൂസ് ഇവിടെ കാണിക്കും കറക്റ്റായിട്ട്. ഇപ്പോൾ നിലവിൽ ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. ഡാമേജ് ആയിട്ട് അങ്ങനെ കാണിച്ചു എന്ന് വെച്ചാലും ബാറ്ററി പറഞ്ഞ രീതിയിൽ കൂടെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ സെൽഫ് സ്റ്റാർട്ട് കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് മാറ്റിയാൽ മതി. ചിലപ്പോൾ ഇങ്ങനെ മീറ്ററിനകത്ത് ഓൾറെഡി ഇങ്ങനെ ഇത് കാണിച്ചാലും ഷെൽ ഡാമേജ് ആയിട്ടാണ് കാണിച്ചാണ്. അങ്ങനെ കാണിച്ചാൽ കൂടി ചില കേസിൽ നമുക്ക് അത്യാവശ്യം 2-3 മാസത്തേക്ക് ഓടിക്കാനായിട്ട് കിട്ടും. ചിലത് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാറുമുണ്ട്. പക്ഷേ സെൽഫിൻ്റെ പ്രോബ്ലം കാണിച്ചിട്ട് മാറ്റിയാൽ മതി കേട്ടോ. അത് നേരത്തെ നമ്മൾ മാറ്റണമെന്നില്ല. സെൽഫിൻ്റെ പ്രോബ്ലം അഴിച്ച് മാറ്റി കളഞ്ഞാൽ മതി. അപ്പോൾ ഓൾറെഡി ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ആണ് കാണുന്നത് നമ്മൾ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് എയർ ഫിൽറ്ററും പ്ലഗും കൂടിയൊക്കെ ഒരുമിച്ച് മാറ്റിയേക്കണതാണ്. അപ്പോൾ തൽക്കാലം നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കിയായിരുന്നു, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഓയിലാണ് കിടക്കുന്നത്. ഏകദേശം നമുക്കൊരു 1000-1200 കിലോമീറ്ററും കൂടി ഓടാനുണ്ട്. നമ്മൾ കിലോമീറ്റർ ഇവിടെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്തിരുന്നു. നേരത്തെ മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ തൽക്കാലം നമുക്കത് ഓയിലിന് വേറെ കംപ്ലയിൻറ്റ് വെച്ചാൽ ലെവലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മാറ്റേണ്ടതെന്ന് പറഞ്ഞ് നമുക്കൊരു 1000-1200 അടുത്ത സർവീസ് വരെ നോക്കിക്കരുത്. നമുക്ക് 1200 കിലോമീറ്റർ ബേസിലാണ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ ചെയ്തു പോകണം കേട്ടോ. അപ്പോൾ അതൊരു 1200 കഴിയുമ്പോഴത്തേക്കും കൊണ്ട് നമുക്കത് മാറ്റാവുന്നുള്ളൂ. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴും ടയർ നല്ല ടയറാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അത്യാവശ്യം കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലത്തെ ടയർ വലിയ താമസിച്ചാണ്ട് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമ്മൾ ചിലവ് പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ പാർട്സിൻ്റെയും അതേപോലെ തന്നെ സർവീസിൻ്റെയും ഡീറ്റെയിൽസ്, അതിൻ്റെ ലേബർ ചാർജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പാർട്സിൻ്റെ കാറ്റലോഗ് കിടക്കുന്നുണ്ട്. വാട്സാപ്പിൽ തന്നെ പാർട്സ് കാറ്റലോഗ് ഉണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കും കൂടി ഇതിനകത്ത് ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. പാർട്സുകളുടെ ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന എസ്റ്റിമേറ്റും കാര്യങ്ങളും, ലേബർ ചാർജിൻ്റെ ആയാലും പാർട്സുകളുടെ റേറ്റ് ആയാലും സ്പെഷ്യൽ സർവീസ് ആയാലും എല്ലാം അതിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കിടക്കുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏകദേശം ഒരു ധാരണ കിട്ടും എങ്ങനെയാണെന്നുള്ള കേസൊക്കെ കേട്ടോ. ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടും കേട്ടോ.